വെറുമൊരു ഫാക്ടറി തൊഴിലാളിയാകേണ്ടി വന്ന ഭർത്താവ് രോഗിയായി തളർന്നു വീണപ്പോ അദ്ദേഹത്തിനും 3 വയസ്സുള്ള കുഞ്ഞിനും വേണ്ടി പണ്ടണിഞ്ഞിരുന്ന കാൽച്ചിലങ്കകൾ വീണ്ടും എടുത്തണിഞ്ഞു. നൃത്തപരിപാടികളിൽ നിന്നുള്ള വരുമാനം മാത്രമായി ആശ്രയം. അതിനിടയിൽ എന്റെ ഭർത്താവിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള സംശയങ്ങൾ വളരുകയായിരുന്നു. അദ്ദേഹത്തിന് ചിലവേറിയ ഒരു ഓപ്പറേഷൻ വേണ്ടിയിരുന്നു. പണം സ്വരൂപിക്കുവാൻ വേണ്ടി ഒരു സ്വകാര്യ നൃത്തപരിപാടി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ കാണേണ്ടി വന്നത് ആ മൃതശരീരമായിരുന്നു. സ്വാഭാവിക മരണമല്ല, ആത്മഹത്യ. എന്നെ തോൽപ്പിക്കാൻ. പക്ഷെ ഗായത്രി തോറ്റില്ല. എന്റെ മോൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണമായിരുന്നു. എന്നെ രക്ഷിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായി. നൃത്തകലയെ സ്നേഹിക്കുന്ന ഒരു കോടീശ്വരൻ. അയാൾ എന്നെ പത്മശ്രീ ഡോക്ടർ മിസ് ഗായത്രി ദേവിയാക്കി. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില. ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി അയാൾ എന്നെ പല ഉന്നതന്മാർക്കും കാഴ്ചവെച്ചു. അനുസരിക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. എന്റെ മോൾക്ക് വേണ്ടി 10 മുഖങ്ങളും 10,000 കൈകളുമുള്ള ആ മനുഷ്യന്റെ ഞാൻ അറിയുന്ന പേര് റാംജി എന്നായിരുന്നു. റാംജി? അതെ അനന്തു,